കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹ മെർലിൻ അറസ്റ്റിൽ. പയ്യന്നൂർ മാത്തിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ പിടികൂടിയത്. സ്നേഹയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ പോക്സോ കേസാണ് മേൽപ്പറമ്പിലേത്. കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, 51 ദിവസമാണ് ഒരു പോക്സോ കേസിലെ പ്രതി ഒളിവിൽ താമസിച്ചത്. സ്നേഹ മെർലിൻ നമുക്കറിയാം മേൽപ്പറമ്പിലെ 4ാമത്തെ കേസാണ്. ഇതിനു മുൻപ് മറ്റ് 3 പരാതികൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ഇതുപോലെ ഒരു അപകടകാരിയായിട്ടുള്ള കൊച്ചു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സ്നേഹയെ പോലെ ഒരാളെ പിടികൂടാൻ എന്തുകൊണ്ട് പോലീസ് ഇതുവരെയും കഴിഞ്ഞില്ല എന്ന ചോദ്യം, വിമർശനം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവരെ ഈ സ്നേഹ മെർലിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് പിടികൂടിയത്? മാത്രമല്ല, ഇത് പോലീസ് അത്രയധികം കഴിഞ്ഞ ദിവസം പോലും ബൈജു ഇതുമായി ബന്ധപ്പെട്ട് സ്നേഹയെ പിടികൂടാത്തതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ വലിയ ആക്ഷേപം പോലീസിന് മേൽ ഉണ്ടായൊരു കേസ് കൂടിയാണ്. ടോമെ, ഈ സ്നേഹ മെർലിൻ എന്ന ഒരു പോക്സോ കേസിലെ സ്ഥിരം കുറ്റവാളി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ്, അതായത് ജൂൺ 13-നാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 വയസ്സുകാരിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച കേസിൽ സ്നേഹ മെർലിൻ വീണ്ടും പ്രതിയാകുന്നത്. പക്ഷേ 53 ദിവസമായിട്ടും സ്നേഹ മെർലിനെ പോലീസ് പിടികൂടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. കാരണം ഒരു പോക്സോ കേസാണ്. മാത്രമല്ല, നേരത്തെ പോക്സോ കേസിൽ ജയിലിലായി ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിയാത്തത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ പയ്യന്നൂരിനടുത്ത് മാത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സ്നേഹ മെർലിൻ എന്നാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി സ്നേഹ മെർലിനെ പോലീസ് പിടികൂടുന്നതും ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതായത് പ്രധാനമായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2025-ൽ ഇവർക്കെതിരെ ആദ്യത്തെ പോക്സോ കേസ് വരുന്നു. തളിപ്പറമ്പിലെ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിന്നീട് ജയിലിലാകുന്നു. ജയിലിൽ നിന്നും ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നു. ഇതേ പെൺകുട്ടിയുടെ സഹോദരൻ, 15 വയസ്സുള്ള സഹോദരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചുവെന്ന്. അങ്ങനെ ആ കേസിലും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിനു പുറമെ തളിപ്പറമ്പിൽ ഒരു 14 വയസ്സുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും സ്നേഹ മെർലിനെതിരെ കേസ്. അങ്ങനെ 3 കേസുകൾ നേരത്തെയുണ്ട്. ജയിലിൽ കിടന്നൊരു പ്രതിയാണ്. അതിനുശേഷമാണ് തളിപ്പറമ്പിൽ കാസർഗോഡ് എത്തുന്നത്. അതായത് ഈ കാസർഗോട്ടെ 16 വയസ്സുകാരിയുടെ അമ്മ ഈ ജയിലിലായിരുന്നു. ആ ജയിലിലായ സമയത്താണ് ഇവർ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ പരിചയത്തിന്റെ പേരിൽ 1 വർഷത്തോളമാണ് സ്നേഹ മെർലിൻ കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ഇതാണ് ഈ കേസ്. ഇതിൽ അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ സഹോദരിയെയും ഇവർ ലക്ഷ്യമിട്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെ നൽകി അത്തരത്തിൽ പ്രലോഭിപ്പിച്ചാണ് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഇവർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായി ഇവരിൽ നിന്നും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിന് ശേഷം ഈ ഒളിവിൽ പോയ സമയത്ത് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്തരം കേസുകളിൽ പലപ്പോഴും കുട്ടികളാണ്. അവർ ഭയം കാരണം വിവരം പുറത്തു പറയാറില്ല. ഈ കേസിൽ തന്നെ, ഈ ഒരു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ കേസിൽ വന്നാൽ തന്നെ ഇവർ ഭയം കാരണം ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. അങ്ങനെ സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് ഈ കുട്ടി ഇത്തരത്തിൽ നിരന്തരമായി സ്നേഹ മെർലിൻ ഇവരെ പീഡിപ്പിച്ചു എന്ന വിവരം പറയുന്നതും പിന്നീട് അത് പോലീസ് കേസാകുന്നതും ഇവർ ഒളിവിൽ പോകുന്നതും. എന്തായാലും ഈ കുട്ടിയുടെ മാതാവുമായുള്ള ആ പരിചയം ചൂഷണം ചെയ്താണ് ഈ സ്നേഹ മെർലിൻ ഈ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ സഹോദരിയെയും സ്നേഹ മെർലിൻ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയതും. എന്തായാലും ഇവർക്കെതിരെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒരു പോക്സോ കേസിലെ സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരത്തിലുള്ള കുറ്റവാളിയാണ് 53 ദിവസം ഇത്തരത്തിൽ ഒളിവിൽ കഴിഞ്ഞത്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പല കേസുകളിലും കേരള പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിന്റെ സഹായമുണ്ടോ എന്ന തരത്തിൽ പോലും ആക്ഷേപം ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ന്യൂസ് 8-ൽ സ്പോട്ട് ലൈവിൽ തന്നെ വിശദമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഈ സ്നേഹ മെർലിൻ ഒരു തന്ത്രശാലിയായ കുറ്റവാളിയാണെന്ന് നമുക്ക് നേരത്തെ തന്നെ ബോധ്യമായ കാര്യമാണ്. കാരണം ഈ കുട്ടികളുടെ ഏറ്റവും ഒടുവിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുമായി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടവർ ജയിലിൽ കിടന്നതാണ്. അതായത് മറ്റൊരു പോക്സോ കേസ് ജയിലിൽ കിടന്നു. അന്ന് ആ യുവതിയെ ഇവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് തന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയതാണ്. അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുക്കുന്നു. അങ്ങനെ ഈ യുവതിയുടെ വീട്ടിലെത്തുന്നു. പിന്നീട് അവരുടെ കുട്ടിയെ പീഡിപ്പിക്കുന്നു.
പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇത്രയധികം ദിവസം ഇവർ ഒളിവിൽ കഴിഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസിന് അത് അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല, ആ ഒളിസങ്കേതം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ വലിയ വീഴ്ച തന്നെയല്ലേ? മാത്രമല്ല അവർ ഇനിയും പുറത്തിറങ്ങിയാൽ ഇതുപോലെ കുട്ടികളെ ഉപദ്രവിക്കാം, കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാം. സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല, സ്നേഹ മെർലിൻ പുറത്തിറങ്ങാൻ പാടില്ല. ആ രീതിയിലൊരു കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും ടോമെ, ഇവരുടെ കേസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അതായത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ലാതെ തരത്തിലുള്ള പീഡനം ആണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 2025 ഫെബ്രുവരി മാസം നടന്ന കേസ് പരിശോധിച്ചാൽ കാണാം, ഇവർക്ക് സ്വർണ്ണ കൈച്ചേൻ നൽകിയാണ് ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. അങ്ങനെ പ്രലോഭിപ്പിച്ച് ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിക്കുക, അത് തന്നെയായിരുന്നു ഈ സ്നേഹ മെർലിന്റെ ഒരു രീതി. അതോടൊപ്പം അതേ പെൺകുട്ടിയുടെ സഹോദരനെയും പീഡിപ്പിച്ചു എന്ന കേസിൽ ഇവർ പ്രതിയാകുന്നു. പിന്നീട് തളിപ്പറമ്പിലെ തന്നെ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാകുന്നു. ഈ കേസുകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇവർക്ക് ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകി പ്രലോഭിപ്പിച്ചാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയത്. ഏറ്റവും ഒടുവിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ കേസിലേക്ക് വന്നാൽ തന്നെ ഇവർക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഈ സ്നേഹ മെർലിൻ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. താൻ ഇത്തരത്തിൽ കള്ളക്കേസിൽ അകപ്പെട്ട് ജയിലിലായതെന്നാണ് ഈ മാതാവിനെ വിശ്വസിച്ചത്. ഈ മാതാവ് ഒരു ലഹരി കേസിലാണ് ഇങ്ങനെ പിടിയിലായി കണ്ണൂർ വനിതാ ജയിലിൽ വരുന്നതും ഇവരെ അവിടെ നിന്നും പരിചയപ്പെടുന്നതും. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ, അതായത് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, കർശന ഉപാധികളുണ്ട്, അങ്ങനെ കർശന ഉപാധിയോടുകൂടി ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി അതേ കുറ്റകൃത്യം വീണ്ടും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടേണ്ടതുണ്ട്. കാരണം ഇവർ നമ്മുടെ സമൂഹത്തിന് ആപത്താണ്, നമ്മുടെ കുട്ടികൾക്ക് ആപത്താണ്. കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ച് ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്യുമെന്നത് കൃത്യമായി പോലീസിന് അറിയാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഇവരെ പിടികൂടേണ്ടതിന് പകരം 53 ദിവസമാണ് ഈ കേസിൽ ഇവരെ പിടികൂടാൻ പോലീസിനെടുത്തത്. അത് ഏതായാലും വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇവരെ പിടികൂടിയിരിക്കുന്നു. ഇനി ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കേണ്ടതുണ്ട്. കാരണം പോക്സോ കേസുകൾ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം അത് കോടതിയിലായാലും അതിവേഗമായാണ് ഇത്തരം കേസുകളിലെല്ലാം വിധി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ കോടതികളിൽ നിന്ന് പോലും വളരെ വേഗത്തിൽ ഈ കേസുകൾ വിധി ഉണ്ടാകുമ്പോൾ ആ പ്രതികളെ പിടികൂടുന്നത് കാലതാമസം ഉണ്ടാക്കുന്നത്, ഒരു പക്ഷേ തെളിവുകളെല്ലാം നശിപ്പിക്കുന്നതിനൊക്കെ കാരണമാകും. അതോടൊപ്പം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങളിലേക്കും ഇവർ കടന്നേക്കാം. കാരണം 4 കേസ് പോക്സോ കേസാണ്. അതുകൂടാതെ ഒരു ക്രിമിനൽ കേസ്, CPI നേതാവ് മുരളിയെ ആക്രമിച്ച കേസിലും ഇവർ പ്രതിയാണ്. അങ്ങനെ ഇവർ ഇത്തരത്തിൽ പോക്സോ മാത്രമല്ല, ഇവർക്കെതിരെ ക്രിമിനൽ കേസുമുണ്ട്. ജയിലിൽ കിടന്ന ഒരാളാണ്. ആ ജയിലിൽ കിടന്ന ആള് കർശന ഉപാധിയോടുകൂടി ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യുന്നു. അപ്പോൾ അത്തരം ആളുകളെ പിടികൂടുന്നതിൽ പോലീസ് ഒരു നിമിഷം പോലും വൈകാതെ വളരെ പെട്ടെന്ന് പിടികൂടേണ്ടതായിരുന്നു. പക്ഷേ സ്നേഹ മെർലിൻ കർണാടകത്തിലേക്ക് കടന്നു, കർണാടകത്തിലേക്ക് അന്വേഷണം വ്യാപിച്ചെന്നൊക്കെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വാദം. പക്ഷെ അങ്ങനെയല്ല, അവർ തളിപ്പറമ്പിനടുത്ത് അവരുടെ സ്വന്തം വീട്ടിൽ, അതായത് നേരത്തെ കുറ്റകൃത്യം ചെയ്ത 3 പോക്സോ കേസുകളുള്ള തളിപ്പറമ്പിനടുത്ത് തന്നെ മാത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ഒളിവിൽ കഴിഞ്ഞെന്നാണ് പോലീസ് പറയുന്നത്. അതായത് പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് തന്നെ ഇവർ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും വലിയ സമ്മർദ്ദം, വലിയ തോതിലുള്ള വാർത്തകളൊക്കെ വരികയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് ഇപ്പോൾ സ്നേഹ മെർലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇവർ ഈ ഒരു ഇടവേളയിൽ 53 ദിവസത്തിന് ഈ ഇടവേളകളിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ, അതല്ല നേരത്തെ പുറത്തു വരാത്ത ഏതെങ്കിലും കുറ്റകൃത്യം ഇത്തരത്തിൽ പോക്സോ കേസുകൾ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കേസുകളിൽ അകപ്പെട്ട ഇവരൊക്കെ നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ നേരത്തെ ഇവരുടെ ഫോട്ടോ ഒക്കെ വന്നതാണ്. അത് കൃത്യമായി ഇവരൊരു കേസിൽ അകപ്പെട്ടു എന്ന് അറിഞ്ഞ് ഇവരെ സംരക്ഷിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഏതായാലും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും സ്നേഹ മെർലിൻ ഒടുവിൽ 53ാം ദിവസം മേൽപ്പറമ്പ് പോലീസിന്റെ ഒളിസങ്കേതം ഒരുക്കിയത്, ഒളിവിൽ കഴിയാൻ സഹായം നൽകിയത് ആരാണ്? വല്ല ബന്ധുക്കളാണോ അതോ സുഹൃത്തുക്കളാണോ? അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടോ ബൈജു?
ടോമ ഇവരെ ബന്ധുക്കളുടെ വീട്ടിലുണ്ട് എന്നാണ് പിടികൂടിയെന്ന് പറയുന്നത് പോലീസ് പറയുന്നത്. അതായത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇവരുടെ ഒരു മാത്തിലുള്ള ബന്ധു വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൃത്യമായി ഇവർ ഒരു കേസിൽ ഇത്തരത്തിലൊരു വളരെ ഗൗരവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു പ്രതി ആണെന്ന് അറിഞ്ഞിട്ടും അവരെ സംരക്ഷിച്ചു എന്ന് വേണം കരുതാൻ. ആ ഒരു ബന്ധുക്കൾക്കെതിരെ ഇവരെ സംരക്ഷിച്ച ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം അത്തരത്തിൽ നീങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗൗരവമായ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി, ആ പ്രതിയെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ആളുകളുണ്ട്. ആ ആളുകൾക്ക് നേരെയും ഇത്തരത്തിൽ കേസെടുക്കണമെന്നൊരു ആവശ്യം ഇവരുടെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇനി അത്തരം നടപടിയിലേക്ക് കടക്കുമോ? ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇവരെ നേരത്തെ, അതായത് ഭയം കാരണം കുട്ടികളാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാറില്ല. അങ്ങനെ ഏതെങ്കിലും കുറ്റകൃത്യം കൂടുതലായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒളിവിൽ പോയ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ? ആ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് വിശദമായി ചോദിച്ചറിയുന്നത്. അതോടൊപ്പം ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും നിലവിൽ അത്തരം നീക്കങ്ങൾ പോലീസ് നടത്തിയിട്ടില്ല. എന്തായാലും ഇവർ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ഇത്തരത്തിൽ വന്നതാണ്. അങ്ങനെ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ. കാരണം ഇത് നിരന്തരം വാർത്തയായതാണ്, എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായതാണ്. സ്നേഹ മെർലിനെ ഈ ഒരു കാര്യത്തിൽ പോക്സോ കേസിൽ സ്നേഹ മെർലിനെ ഈ തളിപ്പറമ്പ്, പ്രത്യേകിച്ച് തളിപ്പറമ്പിനെ സമീപത്താണ് ഇവരിപ്പോൾ പിടികൂടുന്നത്. തളിപ്പറമ്പുകാർക്ക് കൃത്യമായി സ്നേഹ മെർലിന്റെ ഓരോ കഥകളും ഈ ഒരു സംഭവങ്ങളും അറിയാം. പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു പോക്സോ കേസിലെ കുറ്റകൃത്യം പരിശോധിച്ചാൽ കാണും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു, 15 വയസ്സുള്ള കുട്ടിയെ. പക്ഷേ ആ കുട്ടി വിവരം പുറത്തു പറയുന്നില്ല. ഒടുവിൽ ഇവരുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ ഒരുപാട് ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്നേഹ മെർലിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് സ്നേഹ മെർലിൻ ആദ്യമായി 2025 ഫെബ്രുവരിയിൽ കേസിൽ അകപ്പെടുന്നതും പിന്നീട് ജയിലിൽ നിന്നാണ് ഇവരുടെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അതേ കുട്ടിയുടെ, ആ പെൺകുട്ടിയുടെ സഹോദരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചു എന്ന കാര്യം. അങ്ങനെ ആ കേസിലും സ്നേഹ മെർലിൻ പ്രതിയാകുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തളിപ്പറമ്പിൽ മറ്റൊരു പോക്സോ കേസിൽ 15 വയസ്സായ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാകുന്നു. അങ്ങനെ എല്ലാ പോക്സോ കേസുകൾ പരിശോധിച്ചാലും ഇവർ ഇത്തരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് വാങ്ങി കൊടുത്ത്, മൊബൈൽ ആയിക്കോട്ടെ, സ്വർണ്ണ ചെയിൻ ആയിക്കോട്ടെ, അത്തരം സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത്, വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് പ്രലോഭിപ്പിച്ചാണ് ഓരോ കുറ്റകൃത്യവും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കാസർകോട്ടേതും ഇത് സമാനമാണ് അവസ്ഥ. അമ്മയെ സ്വാധീനിച്ച്, അമ്മയെ പരിചയം പുതുക്കി ഇവരുടെ വീട്ടിലെത്തി, ആ വീട്ടിൽ നിന്ന് തന്നെ ഉറങ്ങിക്കിടക്കുമായിരുന്ന ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു. പിന്നീട് തുടർച്ചയായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതും ചൈൽഡ് ലൈനിൽ ഈ കുട്ടി ഈ കൗൺസിലിംഗിലാണ് ഈ കുട്ടി വിവരം പറയുന്നതും പിന്നീട് പോലീസിൽ പരാതിയായി എത്തുന്നതും. എന്തായാലും ഇത്തരത്തിൽ പുറത്തു വരാത്ത കേസുകൾ, അത് സ്നേഹ മെർലിൻ എന്ന ഈ ഒരു കൊടും ക്രിമിനൽ, അതായത് 51 ദിവസത്തിന് ശേഷം പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിൻ പിടിയിലായിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം നേരിട്ട കേസാണ്. 1.5 മാസത്തിലധികമാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടി നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ട്.